കിച്ചു പറഞ്ഞിട്ടുണ്ടോ അച്ഛനെ അടക്കിയത്. പള്ളിയിലടക്കിയത് ആ ടൈമിൽ എനിക്ക് സത്യം പറഞ്ഞ ഒരു കറക്റ്റായിട്ടുള്ളൊരു ഇതില്ലായിരുന്നു. എൻ്റെ അടുത്ത് ആരൊക്കെ എന്തൊക്കെയൊന്ന് പറയുന്നു. അപ്പം ഞാൻ അവിടെ തന്നെ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തു. അപ്പം അങ്ങനെ ചെയ്തതാണ്. രേണുസുതി പറഞ്ഞ കാര്യങ്ങളോടെല്ലാം ഇപ്പോൾ കിച്ചു എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രേണുസുതി നിരന്തരമായി വന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് പള്ളിയിൽ അടക്കിയത് രേണുവിന്റെ നിർബന്ധപ്രകാരമല്ല, കിച്ചു പറഞ്ഞിട്ടാണ് അടക്കിയത്, അല്ലെങ്കിൽ കിച്ചു സമ്മതിച്ചിട്ടാണെന്ന്. ആ സമയത്തെ മാനസികാവസ്ഥ വെച്ചിട്ട് എന്താണ് സംഭവിച്ചതെന്നുള്ളതാണ് കിച്ചു ഇപ്പോൾ നമുക്ക് മുമ്പിൽ സംസാരിച്ചത്. ഈ രേണുസുതിനെ ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ ആ സഹായിച്ചവർക്കെല്ലാം രേണുസുതി വലിയ പാരയായി മാറിയ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. രേണുസുതിക്ക് ആ വീട് വെക്കാൻ സ്ഥലം കൊടുത്ത ബിഷപ്പിന്റെ ഒരു ഇന്റർവ്യൂ ഇപ്പോൾ വന്നിട്ടുണ്ട്. രേണുസുതിക്ക് അവിടെ വീട് വെച്ചു കൊടുത്ത ബിൽഡറിന്റെ വിഷയം നമ്മൾ ഇന്നലെ കണ്ടതാണ്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. കിച്ചു കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നമുക്ക് കേൾക്കാൻ കൂടുതലായിട്ട് എടുക്കുന്നില്ല. നേരെ വീഡിയോയിലേക്ക് പോവാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേണുസുതി തന്നെയാണ് വീണ്ടും നമ്മുടെ ടോപ്പിക്ക്. കാരണം എല്ലാ ദിവസവും രേണുസുതിയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിഷയത്തെക്കുറിച്ച് അറിയാനായിട്ട് ഒരുപാട് പേർക്ക് താല്പര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിഷയങ്ങളെക്കുറിച്ച് അറിയാൻ ഒരുപാട് പേർക്ക് താല്പര്യമില്ല. താല്പര്യമില്ലാത്തവർ തുടർന്ന് കാണേണ്ട, നമ്മുടെ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. താല്പര്യമുള്ളവർ മാത്രം മേപ്പോട്ട് കയറി വന്നു. നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് അടിച്ചേക്കുക. അപ്പൊ സംഭവം ഇത്രേ ഉള്ളൂ. രേണുസുതിനെ ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ ആ സഹായിച്ചവരെ എല്ലാം ഏതൊക്കെ തരത്തിൽ ഉപദ്രവിക്കാൻ പറ്റുമോ ആ തരത്തിലെല്ലാം രേണു ഉപദ്രവിച്ചിട്ടുണ്ട്. അവര് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഭയങ്കര മോശമായിട്ട് സംസാരിക്കുകയും അവരുടെ സൈഡിൽ നിന്ന് പാളിന്ന് അറിയുമ്പോഴത്തേനും അന്നറങ്ങാൻ അറിയാതെ നിങ്ങൾ പറയല്ലേ, ഞാൻ ഇങ്ങനെ ദ്രോഹിക്കല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള മെഴുകലുമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ രണ്ട് തരത്തിലാണ് ഈ രേണുസുതിയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നടക്കുന്നത്. ഒന്നാമത്തെ കുറച്ച് ആളുകൾ രേണുസുതിയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു, അവരുടെ വ്യക്തിപരമായ താല്പര്യം. രണ്ടാമത്തെ കുറച്ച് ആളുകൾ രേണുസുതിനെ ഭയങ്കരമായിട്ട് എതിർക്കുന്നു, അതും അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ. നമ്മൾ എതിർക്കുന്ന ഒരു കാറ്റഗറിയിലാണ്. പക്ഷെ അവർക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് അനുകൂലമായിട്ട് തന്നെ പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചീത്തകൾ കേട്ടിട്ടുണ്ട്. രേണുസുതിക്ക് ഈ ഒരു വീട് വന്നത് 2 മക്കളുടെ പേരിൽ ഒരു ബിഷപ്പാണ് കൊടുത്തത്. ഈ ബിഷപ്പ് ഇവരെ സഹായിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നിരവധി പ്രശ്നങ്ങളിലേക്ക് അദ്ദേഹം പോയി വീണു. പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലം രേണുസുതിക്കും അല്ലെങ്കിൽ കൊല്ലസുതിക്കും വീട് കൊടുത്തു എന്ന പേരും പറഞ്ഞിട്ട് അമിതമായ വിലയ്ക്ക് വിൽക്കാനാണെന്നും പറഞ്ഞിട്ടൊരു വിമർശനം വന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നു. ഇപ്പോൾ ഈ വീടിന് ചോർച്ച എന്ന് പറയുന്ന വിഷയത്തിലും അദ്ദേഹം ഇൻഡയറക്റ്റ് ആയിട്ട് അതിനകത്ത് വന്നിട്ടുണ്ട്. കാരണം അദ്ദേഹം കൂടെ ചേർന്ന് ചെയ്തൊരു ചാരിറ്റി വർക്കാണിത്. അപ്പോൾ ഈ ബിഷപ്പിന് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേട്ടിട്ട് നമുക്ക് കിച്ചു പറയുന്ന വളരെ വാലിഡ് ആയിട്ടുള്ള കുറച്ച് പോയിന്റിലേക്ക് വരാം. അപ്പോൾ കിച്ചുവിന്റെ അറിയണമെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് വരെ വീഡിയോ കണ്ടു നോക്കുക. നമുക്ക് ആദ്യം ബിഷപ്പിന്റെ ഒന്ന് കേട്ട് നോക്കാം. കൊടുക്കേണ്ടത് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ അവർ ഉടനെ ഒഫീഷ്യലി അവരുടെ ആൾക്കാരെ അയച്ചത് ചെയ്യണം. പക്ഷെ പബ്ലിക്കിൽ അദ്ദേഹത്തിന്റെ ഒരു വലിയ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അവരുടെ ബിസിനസ്സിനെ അത് ഭയങ്കരമായിട്ട് അത് ചെറിയൊരു കാര്യമല്ല വന്നേക്കുന്നത്. അതുകൊണ്ട് ഇനി ഒരു ചാരിറ്റി ചെയ്യാൻ അവർക്ക് മടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ തട്ടി തന്നെ അത് പറഞ്ഞേക്കുന്നത്. അങ്ങനെ മനസ്സിലായല്ലോ. സംഭവം ഇത്രേ ഉള്ളൂ. ഒരാള് രേണുസുതിക്ക് സ്ഥലം കൊടുക്കുന്നു, മറ്റൊരാള് രേണുസുതിക്ക് അവിടെ വീട് പണിത് കൊടുക്കുന്നു. ഈ വീട് പണിത് കൊടുത്തത് ഒരു ബിൽഡറാണ്, വീടിന്റെ പണികളൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരാളാണ്. ആ സ്ഥാപനത്തിൽ പണിത് കൊടുത്ത വീട് 1 വർഷത്തിനുള്ളിൽ തന്നെ അവിടെ ചോർച്ചയാണ്, അവിടെ ആ വീടിന് പല പ്രശ്നങ്ങളും ഉണ്ടെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വന്ന് രേണുവിനെ പോലെ വലിയ ഫെയിമുള്ള അല്ലെങ്കിൽ രേണു പറയുന്നത് കാണാൻ നിരവധി ആളുകളുള്ള സമയത്ത് പറയുമ്പോഴത്തേനും അദ്ദേഹത്തിന്റെ വർക്കിനെ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തു കൊടുത്ത വർക്കുകളെ അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റിയെ അത് വല്ലാത്ത രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. നിസ്സാര കാര്യമാണെങ്കിൽ ഒരു 20 ലക്ഷം മൂല്യമുള്ള വീട് പണിത് കൊടുക്കുന്നവർക്ക് ആ ഒരു ഓട്ട അല്ലെങ്കിൽ ആ ഒരു ചോർച്ച മറയ്ക്കാൻ പറ്റാഞ്ഞിട്ടല്ലോ. അപ്പോൾ ആ സാധനം രേണുവിന് സ്വന്തമായിട്ട് ചെയ്യായിരുന്നു. ഞാനിത് ആദ്യം തൊട്ടേ പറയുന്നുണ്ട്. അവരുടെ കയ്യിൽ നല്ല രീതിക്കുള്ള പേയ്മെന്റ് വരുന്നുണ്ടെന്നാണ് നമുക്ക് പല സോഴ്സിലൂടെ അറിയാൻ സാധിച്ച കാര്യങ്ങൾ. അതായത് 5ഓളം വീടുകൾ ഈ ഒരു വീട് വെച്ച് കൊടുത്ത ആളുകൾ ചെയ്തിട്ടുണ്ട്. സ്ഥലം കൊടുത്ത ഈ ബിഷപ്പിനല്ല പറഞ്ഞ വീട് വെച്ച് കൊടുത്ത ഫിറോസ് എന്ന് പറയുന്ന അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു തീരുമാനം എടുത്തു, ഇനി ഞാൻ ആരെയും സഹായിക്കില്ലെന്ന്. അതായത് അർഹതപ്പെട്ടവർക്ക് കൂടി ഈ രേണുവിന്റെ പ്രവർത്തികൾ കാരണം ഈ ഒരു സഹായം കിട്ടാൻ പോകുന്നില്ല. രേണുവിന് സഹായം വേണ്ട, രേണു അധികം താമസിക്കാതെ വലിയ സാമ്പത്തിക നേട്ടത്തിലേക്കൊക്കെ പോകും. നമുക്ക് ബാക്കി കൂടെ കേൾക്കാം. പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളോടാണ് എന്നെ സംബന്ധിച്ച് പറയാൻ ഞാൻ എൻ്റെ കാര്യം പറയുന്നു. ഇനി ഒരിക്കലും അവശത അനുഭവിക്കുന്ന കലാകാരന്മാർക്കോ ഇങ്ങനെ പബ്ലിക് അറിയപ്പെടുന്ന ഒരാൾക്ക് ഒരു സഹായം പ്രയാസത്തിരുന്നാൽ ചെയ്യാൻ എനിക്ക് ഭയമുണ്ട്. കൊടുക്കാൻ ദേഷ്യം കൊണ്ടല്ല, അവരോട് ആർക്കും എനിക്ക് എല്ലാ കലാകാരന്മാരെ ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്ക് കലയെ ആസ്വദിക്കുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ എല്ലാ കലകളെ ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്ന സമയം കിട്ടാറില്ല. പക്ഷേ രേണുസുതിക്ക് വീട് വെക്കാൻ സ്ഥലം വിട്ടുകൊടുത്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹം ഒരു തീരുമാനം എടുത്തു, ഇനി ഞാൻ കലാലോകത്തുള്ള ഫേമസ് ആയിട്ടുള്ള ഒരാൾ എത്ര ദുരിതത്തിലാണെങ്കിലും സഹായിക്കത്തില്ല. അവിടെയും അർഹതപ്പെട്ട പലർക്കും കിട്ടേണ്ട സഹായങ്ങൾ ഇവരുടെ ചില പ്രവർത്തികൾ കൊണ്ട് ഇല്ലാതായി.
ശരിക്കും വീട് കിട്ടേണ്ട അല്ലെങ്കിൽ സഹായം എത്തിച്ചേരേണ്ട ആളുകൾ 1 2 പേരായിക്കോട്ടെ, ഇവരുടെ പ്രവർത്തനങ്ങൾ കാരണം അവരിലേക്ക് ഇനി അങ്ങനെ ഒരു സഹായം എത്തത്തില്ല. ഇവർ ചിന്തിക്കുന്നത് എന്തായിരിക്കും, ഞാൻ സഹായിക്കുന്നു, സോഷ്യൽ മീഡിയയിൽ ഫെയിം വരുന്നു, അവർ വായി തോന്നിയ ദിവസം എല്ലാം വിളിച്ചു പറയുന്നു, അവർക്ക് ഫെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ പേരിൽ അനുഭവിക്കുന്ന മൊത്തം ഇവരാണ്. ഈ സഹായിച്ചവർക്കാണ് ചീത്തപ്പേര് മുഴുവൻ. ഈ സഹായിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് പല ആളുകളെയും ദ്രോഹിക്കുകയാണ്, ക്രൂശിക്കുകയാണ്. ബാക്കിയും കൂടെ കേൾക്കാം നമുക്ക്. സ്വത്തുക്കള് അർഹതപ്പെട്ട നിർധനരുടെ കരങ്ങളിൽ എത്തി ലോകത്തിൽ നിന്ന് കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, അർഹതപ്പെട്ട നിർധനർ, ആ വാക്ക് തന്നെയാണ് എനിക്ക് പറയാറ്. അങ്ങനെയുള്ളവരുടെ കരങ്ങളിൽ എത്തി ഞാൻ ഈ ലോകം വിട്ടു പോകണം. പക്ഷേ എനിക്ക് 100% ഇനി തോന്നണം, അങ്ങനെയുള്ള ആൾക്കാരെ നേരിട്ട് കാണുമ്പോൾ എനിക്കത് തോന്നുമെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. ഇനി ഒരാൾ റെക്കമെൻഡ് ചെയ്താലും ഞാൻ സഹായിക്കത്തില്ല. അതെന്തുകൊണ്ടാണ് ഇപ്പൊ മനസ്സിലായല്ലോ. ഞാനൊരു റെക്കമെൻഡേഷന്റെ പേരിൽ പോയതിന്റെ തിക്തഫലങ്ങൾ എനിക്ക് ഒരുപാട് കേട്ടു. എനിക്ക് പൂർണ്ണമായിട്ട് തോന്നണം ഇന്ന കാര്യം. ഇനിയും ഇത്തരത്തിൽ സഹായം കിട്ടാൻ അർഹരായിട്ടുള്ള ആളുകൾ രേണുസുതി എന്ന് സ്മരിച്ചേരെ. അവരുടെ നീചമായ പ്രവർത്തികൾ കാരണമാണ് നിങ്ങളിലേക്കും ഇനി ഇത്തരത്തിലുള്ള സഹായങ്ങളൊന്നും എത്താതിരിക്കുന്നത്. രേണുസുതി ഇപ്പൊ സഹായിക്കാനും സംരക്ഷിക്കാനും ഒരുപാട് പേര് കൂടെ നടക്കുന്നുണ്ട്. അവരും പ്രതീക്ഷിച്ചിരുന്നു. ചെയ്താൽ അത് നല്ല അനുഗ്രഹമാണ്. നമുക്ക് അതുകൊണ്ട് ഒരു പുണ്യം, നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഒരു പുണ്യം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരല്ലേ. നമ്മൾ ഈ ലോകം വിട്ടു പോയി കഴിയുമ്പോൾ നമുക്കൊരു മോക്ഷം ഉണ്ടല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാനൊരു നന്മ ചെയ്യുന്നത്, എനിക്ക് ഈ ഭൂമിയിൽ ആരുടെയും നന്മ, എന്നെ പറ്റി ഈ ഭൂമിയിലുള്ള ഒരാളും പറയേണ്ട, ഭൂമിയിലുള്ള ഒരാളും പറയേണ്ട, പക്ഷെ സ്വർഗത്തിലേക്ക് ഉള്ള ലക്ഷ്യം വെച്ചിട്ടാണ് അദ്ദേഹം ഇതെല്ലാം ചെയ്യുന്നത്. അദ്ദേഹം ഇനി ഒരാളെ സഹായിക്കില്ല എന്നൊരു നിലപാടിലേക്ക് രേണുസുതി കൊണ്ടെത്തിച്ചു. ഇനി നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, കിച്ചു ഒരു വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വ്ലോഗിനകത്ത് കിച്ചു അവരുടെ വീട്ടിൽ ചെന്നിട്ട്, അല്ലെങ്കിൽ ഋതപ്പൻ താമസിക്കുന്ന ഇവർ പണിത് കൊടുത്ത വീട്ടിലേക്ക് ചെന്നിട്ട് അവിടെ ഒരു അതിഥി എന്ന നിലയിൽ മാത്രം സൽക്കരിക്കപ്പെട്ട് തിരിച്ചിറങ്ങി വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. മാത്രമല്ല, കിച്ചു ഇട്ട ഈ വ്ലോഗ് മില്യൺ വ്യൂസിലേക്ക് പോയി. ഈ വ്ലോഗിന്റെ താഴെ കുറച്ച് കമന്റുകൾക്ക് കിച്ചു റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്, ലൈക്ക് ചെയ്തിട്ടുണ്ട്. ഈ കമന്റുകളെല്ലാം ആ വീട്ടിൽ കിച്ചുവിന് സ്ഥാനമില്ല, അല്ലെങ്കിൽ അച്ഛൻ്റെ ട്രോഫികൾ കട്ടിനടിയിൽ സൂക്ഷിച്ചു വെച്ചു, ഇത്തരത്തിലുള്ള കമന്റുകൾക്കാണ് കിച്ചു റിപ്ലൈ നൽകിയത്. കിച്ചു ഇന്നലെ 1 lakh സബ്സ്ക്രൈബേഴ്സ് അടിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. ഈ ലൈവിൽ കേക്ക് മുറിക്കുന്ന ഒരു പ്രക്രിയയും കൂടെ ഉണ്ടായിരുന്നു. ഈ കേക്ക് മുറിച്ച പ്രക്രിയയ്ക്ക് ശേഷം ലൈവിൽ കിച്ചു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ഇൻട്രോയിൽ കണ്ട പോലെ കിച്ചുവിന് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് നല്ല മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കിച്ചു ഒരു പണി കൊടുത്തതാണ്. ഇതാണ് അവിടെ നടക്കുന്നതെന്ന് സമൂഹത്തിൽ ജനങ്ങൾ അറിയണം എന്ന രീതിക്ക് കിച്ചു പണി കൊടുത്തതാണ്. അല്ലാത്ത പക്ഷം കിച്ചു ആ വീഡിയോ റിമൂവ് ചെയ്യുകയോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സ്പ്ലനേഷൻ നടത്തുകയോ ചെയ്യും. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുഞ്ഞ് എക്സ്പ്ലനേഷൻ നടത്തുന്നുണ്ട്. അത് നമുക്ക് അതിൽ കിച്ചുവിന് പറയാനുള്ളത് കേൾക്കാം. കിച്ചു പറഞ്ഞിട്ടുണ്ടോ അച്ഛനെ പള്ളിയിൽ അടക്കിയത് ആ ടൈമിൽ എനിക്ക് സത്യം പറഞ്ഞ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഇതില്ലായിരുന്നു. എൻ്റെ അടുത്ത് ആരൊക്കെ എന്തൊക്കെയോന്ന് പറയുന്നത്. അപ്പം ഞാൻ അവിടെ തന്നെ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തു. അപ്പം എൻ്റെ അടുത്ത് ആരൊക്കെയോ എന്തൊക്കെയോ എന്ന് പറഞ്ഞു. പക്ഷെ രേണുസുതി അവകാശപ്പെട്ടിരുന്ന എന്താണ്, കിച്ചുവിനോടാണ് ചോദിച്ചത്. കിച്ചു പറഞ്ഞു പള്ളിയിൽ അച്ഛനും അമ്മയും കൂടെ ആ പള്ളിയിൽ പോകുന്നതാണ് ഞാൻ കണ്ടിരിക്കുന്നത്, അതുകൊണ്ട് അവിടെ അടക്കിക്കോളാൻ കിച്ചു പറഞ്ഞു എന്നാണ് രേണുസുതി വന്നിരുന്ന് ന്യായീകരിച്ചത്. ഈ സ്ത്രീ പറയുന്നത് മുഴുവൻ കള്ളമാണ്. ഇവര് ഫെയിമിന് വേണ്ടിയും ഇവരുടെ അന്നേരത്തെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും എന്തും പറയാൻ മടിയില്ലാത്ത ഒരാളാണ്. തൻ്റെ മക്കളെ വരെ ഇരയാക്കിയിട്ടാണ് ഇവർ പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇതിനകത്ത് ഈ കിച്ചുവിൻ്റെ ഒരു മാനസിക ഇത് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. സ്വന്തം അനിയൻ കൂടിയില്ല, സ്വന്തം അമ്മ ഇല്ല, സ്വന്തം അച്ഛനില്ല, ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള വീട്ടിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനവുമില്ല. ആ വീട്ടിൽ താമസിക്കുന്ന ഒരു ജാഥയ്ക്കുള്ള ആൾ, ആ ജാഥയ്ക്കുള്ള ആളുകൾ പോലും ആ വീടിൻ്റെ ഉടമസ്ഥൻ ചെല്ലുമ്പോൾ, അർഹതപ്പെട്ട ഒരാൾ ചെല്ലുമ്പോഴത്തേനും ഇവരാരും മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവിടെ ആരെയോ പോലെ ഇരിക്കുന്നു, ഇളയ സഹോദരനെ വിളിച്ചുകൊണ്ട് പോയി ഫുഡൊക്കെ കഴിക്കുന്നു, തിരിച്ചു കൊണ്ടുവിടുന്നു. ഇതാണ് അവിടെ സംഭവിച്ചത്. കിച്ചു ആ ഒരു വ്ലോഗ് ചെയ്തത് ഈ പുറം ലോകത്തെ ഇത് അറിയിക്കാനാണ് എന്ന രീതിയിലുള്ള പല വോയിസുകളും പല ആൾക്കാരുടെയും ഇപ്പോൾ കിടപ്പുണ്ട്. അങ്ങനെ തന്നെയാണ് നമുക്ക് ഇതിനകത്ത് തോന്നുന്നത്. അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം കിച്ചു അത് അങ്ങനെ അല്ല എന്ന് പറഞ്ഞു വരും, അല്ലെങ്കിൽ ആ വ്ലോഗ് ഡിലീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിന് താഴെ വന്നിരുന്ന ഇത്തരത്തിലുള്ള, അല്ലെങ്കിൽ ഈ കിച്ചുവിന് ഫീൽ ചെയ്തിട്ടുള്ള കമന്റുകൾ മാത്രമാണ് കിച്ചു ലൈക്ക് ചെയ്തിട്ടുള്ളത്. ഒരാൾ ലൈക്ക് ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടുകൊണ്ടാണല്ലോ ലൈക്ക് ചെയ്യുന്നത്. അതിൻ്റെ താഴെ അച്ഛൻ്റെ ട്രോഫിയെക്കുറിച്ചും അല്ല വീട്ടിൽ സ്ഥാനമില്ലായ്മയെക്കുറിച്ചും ഒക്കെയാണ് സംസാരിക്കുന്നത്. കിച്ചു പറയുന്ന ബാക്കിയോടെ കേൾക്കാം. വെച്ചു തന്ന വീഡിയോ ഇട്ട് എന്താ സത്യം? ഒരു വീഡിയോ ഇട്ടിട്ടില്ലേ അല്ലേ? എന്നെ വിളിച്ചായിരുന്നു, സംസാരിച്ചായിരുന്നു, രാവിലെ വിളിച്ചായിരുന്നു. മോൻ പഠിച്ച് അബ്രോഡ് പോകൂ, ഹാപ്പി ലൈഫ്. ഇതാരെ കുറിച്ചാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഫിറോസ് എന്ന് പറഞ്ഞ ആ വീട് പണിത് കൊടുത്ത ആളെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം കിച്ചുവിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്, ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ചോദിച്ചിട്ടുണ്ട്. ആ വീടിന് ചോർച്ച ഉണ്ടെന്നാണ് രേണുസുതി ഉറച്ചു പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പോഴത്തന്നെ രേണുസുതി മഴ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടുള്ള സ്റ്റോറീസ് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഇത്രയും ഫെയിമുള്ള ഒരാളാണ്. ആ ചോർച്ച വരുമ്പോൾ ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാമല്ലോ. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ചെയ്തു കഴിഞ്ഞാൽ ഇവർ പറയുന്നതാണ് ശരി എന്നൊരു പക്ഷെ തെളിയിക്കപ്പെടും.
നമുക്കറിയത്തില്ല കേട്ടോ. ആ വീട് വളരെ നല്ല മികച്ച രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഇനി അവർ ഡ്രില്ല് ചെയ്തിട്ടാണ് ഹോളിട്ട് വെള്ളം വീഴ്ത്തുന്നുണ്ടോ നമുക്കറിയത്തില്ല. ഇനി ഈ വ്ളോഗിനെ കുറിച്ച് കിച്ചു പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ നമുക്ക് കേട്ടിട്ട് നമുക്ക് പരിപാടി നിർത്താം. പിന്നെ അന്ന് ഞാൻ കോട്ടയത്ത് പോയത് അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ എന്നുള്ള രീതിയിലല്ല ഞാൻ പോയത്. നമ്മള് രാവിലെ ജസ്റ്റ് അവനെ കാണണം എന്നുള്ള രീതിയിൽ അങ്ങോട്ട് പോയതാണ്. സത്യം പറഞ്ഞാൽ വേറൊരു ആവശ്യത്തിന് വേണ്ടി പോയതാ. എനിക്ക് അച്ഛൻ്റെ മറ്റേ ഇൻഷുറൻസിന്റെ കേസൊക്കെ കിടക്കുന്നുണ്ട്. അതിന്റെ ഒരു പേപ്പർ കൊടുക്കാനായിട്ട് പോയപ്പോ ജസ്റ്റ് അവനെ കയറി കാണാൻ എന്നുള്ള രീതിയിൽ കയറിയതാണ്. അപ്പൊ അങ്ങനെ ഒരു വീഡിയോ എടുത്ത് കിട്ടുന്നേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് അല്ലാതെ അതിനെ നമ്മൾ മോശമാക്കണമെന്ന് വിചാരിച്ചിട്ടോ ഒന്നും നമ്മൾ ചെയ്തല്ല. ക്യൂവാനെ ചെയ്യാം നമുക്ക് ആ ഉടനെ. മോശമാക്കണം വിചാരിച്ചിട്ടൊന്നും ചെയ്തതല്ല. പക്ഷേ ഇത് മോശമായിട്ടില്ല. യാഥാർത്ഥ്യം ജനങ്ങൾ അറിഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ കിച്ചു വളരെ നല്ലൊരു പയ്യനാണ്. ആ പുള്ളിക്കാരന് വളരെ നന്നായിട്ട് അറിയാം സോഷ്യൽ മീഡിയ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, വരുന്ന ചോദ്യങ്ങളിൽ നിന്ന് എങ്ങനെ ഒഴിഞ്ഞു മാറണം എന്നുള്ളത്. ഇന്ന് വരെ രേണുവിനെ കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ മോശമായിട്ട് ഒന്നും കിച്ചുവിൻ്റെ വായിൽ നിന്ന് വീണിട്ടില്ല. അമ്മ ഇങ്ങനെ ചെയ്യുന്ന പ്രശ്നമുണ്ടോ? അത് അമ്മയുടെ ഇഷ്ടമല്ലേ, അമ്മ ചെയ്തോട്ടെ. അമ്മ ഇങ്ങനെ ചെയ്യുമ്പോൾ മോന് പൈസ തരാറുണ്ടോ? അമ്മ 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 അങ്ങനെ ഒരു രീതിയിൽ തന്നെയാണ് കിച്ചു അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറിയിട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ട് കൊടുക്കുന്ന ഒരു സാധനം തിരിച്ചു കിട്ടുന്നില്ലയോ എന്ന് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും തോന്നി. ഒരുപാട് നാള് സത്യങ്ങളെ മൂടി വെക്കാൻ സാധിക്കില്ല. അത് എന്തെങ്കിലും ഒരു സമയത്ത് അത് പൊട്ടി പുറത്തേക്ക് വരും, ഒരു ലാവയായി പുറത്തേക്ക് വരും. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കിച്ചുവിന് ആ വീട്ടിൽ ഒരു നല്ല സ്ഥാനം ഉറക്കട്ടെ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള വേദനകളെല്ലാം മാറട്ടെ എന്ന് ആശംസിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അല്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ രേണു സുധിയെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ വിവരമില്ലാത്തവന്മാരുണ്ട്. നിങ്ങൾ ജെനുവിനായിട്ടുള്ള വിഷയത്തിന് അവരെ സപ്പോർട്ട് ചെയ്യും. അവർ കാണിക്കുന്ന തോന്നിവാസത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിന്റെയൊക്കെ സ്വഭാവം അത് തന്നെയാണെന്നുള്ളതാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളെ രേഖപ്പെടുത്തും. മറ്റൊരു വീഡിയോ ആയിട്ട് വന്നേരെ. ബൈ.